നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവും PC-യുടെ എരുമേലി പ്രസംഗവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സംസ്ഥാന BJP-യിൽ പുകയുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് കോലാഹലങ്ങളാണ്. ഒരു A ക്ലാസ് മണ്ഡലമല്ലാത്ത പൂഞ്ഞാറിൽ പോലും സ്ഥാനാർത്ഥി PC ജോർജ് ആയതിനാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചെലവിട്ടത് 4.5 കോടി രൂപയാണത്രേ. സ്ഥാനാർത്ഥി തന്നെ എരുമേലിയിലെ ഒരു യോഗത്തിൽ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ തുക എങ്ങോട്ട് പോയെന്ന് സ്ഥാനാർത്ഥിക്ക് ഒരു ഐഡിയയുമില്ല. മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന BJP ഫണ്ട് വെട്ടിപ്പിൽ വെളിപ്പെടുത്തലുമായി PC ജോർജ്. പൂഞ്ഞാർ മണ്ഡലത്തിനായി BJP അനുവദിച്ച 4.5 കോടി മുക്കി. കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ? ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് കൊണ്ടുവന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്ക് കൊണ്ടുവന്നു. ഞാൻ ആരെയും കാണിക്കാൻ പോയി. എത്രണ്ട് കിട്ടിയ മുഴുവുണ്ട്. ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായുലെഴുതി കൂട്ടും. എല്ലാ തുകയും 34,000 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് സ്ട്രിക്റ്റായ തീരുമാനമെടുത്ത് പണം കൊടുക്കുക. ആ പണം അവിടെ പോയി. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് പോയിന്റ് അല്ലേ? കറക്റ്റ് പോയിന്റ്. നമ്മളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാണ് അയാളിപ്പോ തോണ്ടിയത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതാണോ അതോ PC മലക്കം മറിഞ്ഞതാണോ എന്നറിയില്ല. എരുമേലി പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്ന PC ജോർജിനെയാണ് പിന്നീട് കണ്ടത്. ഞാനന്ന് എരുമേലി പറഞ്ഞത് തെറ്റായിപ്പോയി. പാർട്ടി നേതൃത്വത്തിനെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. എല്ലാ കണക്കുകളുടെയും വിശദരൂപം വ്യക്തമായി എനിക്ക് കിട്ടണം. വ്യക്തമായി വടിമൊത്ത അക്ഷരത്തിലും അക്കത്തിലുമാണ് കണക്ക് എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രം 100 രൂപ കൊടുത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട്ട്, അങ്ങേരെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 5 പൈസ പോലും കക്കുവോ മൂട്ടുകയോ ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല. ഞാനത് ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കണം. ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. എരുമേലി പ്രസംഗത്തിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, നേതൃത്വത്തിൽ ആവർത്തിച്ച് വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു PC. പാർട്ടി മാറാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ഇപ്പം എനിക്ക് ഇനി പാർട്ടി മാറുന്ന പ്രശ്നം ഉദിക്കുന്നത് ചിന്തിക്കുക പോലും വേണ്ടാരും. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. മാറുന്ന പ്രശ്നമില്ല. ഒരു പൊടിക്ക് അടങ്ങടേ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടൻ ദേവനും ഇതുപോലൊരു പ്രസംഗത്തിലാണ് തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. രാജി പ്രഖ്യാപനത്തിനുള്ള വേദിയായി തെരഞ്ഞെടുത്തത് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രവും. അതും വെള്ളാപ്പള്ളി നടേശനെ സാക്ഷി നിർത്തി. അപ്പൊ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്നത് എൻ്റെ അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാലും 2004 ഞാൻ എൻ്റെ ഒരു സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒറ്റയ്ക്ക് നടന്ന് വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. 2004 ഒരു പൊളിറ്റിക്കൽ ഞാൻ ഒരു ഇലക്ഷൻ നിന്നു. 2006 നിന്നു, രണ്ടും തോറ്റു. 2021 അമിത്ഷാ ജി ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിപ്പിച്ചു. സ്വന്തം പാർട്ടിയായ കേരള പീപ്പിൾസ് പാർട്ടിയെ BJP-യിൽ ലയിപ്പിച്ചതുവഴി ദേവന് കിട്ടിയത് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം. നേരെ മറിച്ച് BJP-ക്ക് ലഭിച്ച നേട്ടങ്ങളുടെ പട്ടിക നോക്കാം. 2024 കേരളത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. ചേട്ടാ,
ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഞാൻ വന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഞാൻ പ്രവർത്തിച്ചു. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അത്രയും വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എന്റെ പ്രവർത്തനങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണക്കുകളുണ്ട്. ദേവനെ BJP വേണ്ട വിധം ഉപയോഗിക്കാത്തതാണോ, BJPയെ ഉപയോഗിക്കാൻ ദേവന് കഴിയാത്തതാണോ എന്തെന്നറിയില്ല. അവിശ്വാസമാണ് വളർന്നു വന്നത്. ഇനി എന്താണ് പ്ലാൻ? എന്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തു. അത് ഇന്നലെ ഞാൻ കിട്ടുന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. എന്റെ ലൈൻ, ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് നയപരിപാടികൾ വല്ലതും ഉണ്ടോ? അതേ ഉള്ളു സാറേ. വല്ലതും തൊട്ട് കിട്ടുന്ന പാർട്ടിയുടെ കൂടെ നയത്തി നിൽക്കുക, അവരുടെ പരിപാടി കുഴയുമ്പോ അടുത്ത പാർട്ടിയിലോട്ട് കാലുമാറുക. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചെങ്കിലും നടൻ ജഗദീഷ് ഒരു ഉറച്ച ജനാധിപത്യ വിശ്വാസിയാണ്, കോൺഗ്രസ് സഹയാത്രികനാണ്, മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു ആരാധകനുമാണ്. ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പേരിലെ VD എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, എന്തൊക്കെയല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എൻ്റെ അടുപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എന്തും വളരെ തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലതും പറയും. വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡെയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ജഗദീഷിന്റെ മുഖ്യമന്ത്രി സ്തുതി തുടരുന്നു, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ. ഇനി ഒരു ചെറിയ അനുഭവ കഥ. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളാണ്. ജഗദീഷേട്ടൻ അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ ഒരു മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദരാ? പണ്ട് കോവിഡ് കാലത്ത് പിണറായിയുടെ വാർത്താ സമ്മേളനങ്ങളെക്കുറിച്ചായിരുന്നു ആരാധകരുടെ സ്തുതിഗീതങ്ങൾ. ഇപ്പോൾ അത് VD സതീശന്റെ വാർത്താ സമ്മേളനങ്ങളായി എന്ന് മാത്രം. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിലിട്ട് കാച്ചി. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടൻ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. ദ വേ ഹീസ് ഹാൻഡ്ലിംഗ് പ്രസ്, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതല്ലാതെ സൂപ്പർഫ്ലോസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്. ഒറ്റ വീക്ക് വെക്കുന്നുണ്ടല്ലോ,
ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ട. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ വിവാദ നായകനായി തുടരുകയാണ്. VCമാർ രാഷ്ട്രീയ വേദി പങ്കെടുത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെങ്കിലും സംസ്ഥാനത്തെ ചില VCമാർ അവരുടെ രാഷ്ട്രീയ ഭാഷണം തുടരുകയാണ്. കുട്ടികൾ പങ്കെടുത്ത സദസ്സിൽ പാറ്റ സമരത്തെക്കുറിച്ചുള്ള VCയുടെ ചോദ്യങ്ങളെ കുട്ടികൾ നേരിട്ടത് മൗനം കൊണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നത് ആണ് എന്റെ ഏറ്റവും ഭാഗ്യം. ബഹുമാനപ്പെട്ട ഗവർണർ, നമ്മുടെ MLA എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നതെന്നറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? ഒത്തില്ല. സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വൈസ് ചാൻസലറായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു റിയാക്ഷനും ഉണ്ടാവാത്തതിൽ നിരാശയുണ്ടോ? അല്ല, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കുട്ടികളാണ്, അവരിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കുട്ടികൾ എന്നോട് പറയുകയും ചെയ്തു. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ. എന്നൊരു ശബ്ദമേ അവർക്കറിയാവൂ. കുട്ടികൾ പ്രതികരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, എൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് വിഷയം. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, ഈ കുട്ടികൾ പാറ്റകളെ പോലെയുള്ള ആളുകളല്ല, നികൃഷ്ട ജീവികളല്ല, മറിച്ച് ഇവർ രാജ്യത്തിൻ്റെ കരുത്താണ്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ.